കാഫിർ സ്ക്രീൻഷോട്ട് ക്ലിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. ജിതിൻ ഭാസ്കർ അറസ്റ്റിലായിരിക്കുന്നു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ്. വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ആദ്യമായി പങ്കുവച്ചത് ജിതിൻ ഭാസ്കറാണ്. ഏറെ കോളിലുമുണ്ടാക്കിയ വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ആദ്യമായി ഈ കേസിൽ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് ജിതിൻ ഭാസ്കരനെ ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയില് ആഗോളമറിയുന്ന വ്യക്തിത്വം KK ശൈലജ തോറ്റ് തുന്നം പാറുമെന്ന് ഉറപ്പിച്ച പ്രചരണ ഘട്ടത്തിൽ KK ശൈലജക്ക് സ്കോപ്പില്ല, ശൈലജ 8 നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പിച്ച സഖാക്കള് ശൈലജയെ വിജയിപ്പിക്കാൻ വേണ്ടി അവസാനത്തെ അടവെടുത്തു. അതായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ഇപ്പം അതില് ഈ പറയുന്ന 2026 മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ്, മിനിറ്റുകൾക്ക് മുമ്പാണ് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാവിൻ്റെ ഫോണിലേക്ക് വരെ എത്തിയ അന്വേഷണം തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവിടെ നിന്ന് കേസ് അവസാനിപ്പിച്ചതായിരുന്നു പിണറായി വിജയൻ. എന്തുകൊണ്ട് കേസ് അവസാനിപ്പിച്ചു? കാരണം ഇത് ഉണ്ടാക്കിയത്, ഇപ്പൊ പിടിയിലായിരിക്കുന്നത് വെറും കൃമികീടം മാത്രമാണ് എന്ന് പറഞ്ഞാൽ KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വടകര പാർലമെന്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്നത് 7 അസംബ്ലി മണ്ഡലങ്ങളാണ്. ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട കൃമികീടങ്ങളെ ഒരുമിച്ച് കൂട്ടിയ ഒരു ഗ്രൂപ്പ്, അതായിരുന്നു വടകര സ്ക്വാഡ്. അതിലെ പേരാമ്പ്രയിൽ നിന്ന് ഈ പറയുന്ന റിബേഷ് രാമകൃഷ്ണനുണ്ട്, ജിതിൻ ഭാസ്കരനുണ്ട്, പിന്നെ മനേഷ് മനോഹർ, അങ്ങനെ ഈ പറയുന്ന കൃമികീടങ്ങളൊക്കെ ഉള്ള, അതായത് കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം, വടകര, കൂത്തുപറമ്പ്, തലശ്ശേരി, ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിലെയും കൃമികീടങ്ങൾ, പ്രധാനപ്പെട്ട കൃമികീടങ്ങളെ ഉൾക്കൊള്ളിച്ച് എങ്ങനെ ശൈലജയെ വിജയിപ്പിക്കണം എന്നതിനുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അത്. അപ്പോൾ ശൈലജ തോക്കുമെന്ന് ഇവർ തന്നെ ഉറപ്പിച്ചപ്പോഴാണ് ഈ അവസാനത്തെ ആയുധം, വർഗീയതയുടെ കാർഡ് ഇറക്കിയത്. കൃത്യമായിട്ട് പിടിയിലായത് കൃമികീടം മാത്രമാണ്, അതായത് ഇത് പ്രചരിപ്പിച്ച കൃമികീടം. ഇനി ഈ കാഫിർ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് വന്നു, ഇതിൻ്റെ ആശയം ആരുടേതാണ് എന്നൊക്കെയുണ്ടല്ലോ. ഞാനിപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഈ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അശ്ലീലം റഹീം എന്ന് പറയുന്ന ചെറ്റ ആ വടകരയിൽ പറഞ്ഞത് ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയിസൺ എന്നാ. ആരാ പൊളിറ്റിക്കൽ പോയിസൺ? അതിനെ കൊണ്ടുപിടിച്ചവരും ഇതിനെ ഉണ്ടാക്കിയവരും ഒരു കാര്യം ഉറപ്പാ, ഇത് KK ശൈലജയുടെ അറിവോട് കൂടിയാ. KK ശൈലജയുടെ അറിവോട് കൂടി തന്നെയാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് സഖാക്കൾ പ്രചരിപ്പിച്ചത്. കാരണം എന്താ? വർഗീയത കുത്തി നിറക്കണം എന്നുള്ളതായിരുന്നു. വർഗീയത കുത്തി നിറക്കണം. ആ വർഗീയത കുത്തി നിറച്ചിട്ട് വേണം ശൈലജയെ വിജയിപ്പിക്കാൻ എന്നുള്ളതാ. അപ്പോൾ ഇതിൽ 1, 2, 3, 4, 5 പ്രതികൾ അത്രയും ഇപ്പോഴും വെളിച്ചത്തേക്ക് വന്നിട്ടില്ല. വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, വടകരയിലെ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസംഗം, വടകരയിലെ അശ്ലീലം റഹീം നടത്തിയ പ്രസംഗം, റഹീം നടത്തിയ പ്രസംഗം, അതുപോലെ വടകരയിലെ EP ജയരാജൻ നടത്തിയ പ്രസംഗം, എല്ലാത്തിലും ഉപരി വടകരയിലെ സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ ഇതിനെ കൊണ്ടുപിടിച്ച് നടക്കുകയായിരുന്നു. വടകരയിലെ KK ശൈലജ. അപ്പോൾ ശൈലജയാണ് ഇതിലെ 1ാം പ്രതി. ആ സ്ത്രീ ഫ്രോഡാണ് എന്ന് 1000 തവണ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞതാ. അത് സ്ത്രീയല്ല, കേരളം കണ്ട നമ്പർ 1 ഫ്രോഡ് അതാണ് KK ശൈലജ. ശൈലജ തന്നെയാണ് ഇതിലെ 1ാം പ്രതി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വളരെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 2024 ഏപ്രിൽ 25 ആ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ആ നിമിഷത്തിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തേക്ക് എത്തുന്നത്. വളരെ കൃത്യമായ പദ്ധതിയായിരുന്നു. കാരണം ഇതിന് മുകളിൽ ഒരു ചർച്ച മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് മുമ്പ്
വോട്ടുകൾ പെട്ടിയിലാകണമെന്ന് ഇവർ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 25-ന്. മനസ്സിലായില്ലേ? ഏപ്രിൽ 26-നായിരുന്നു തെരഞ്ഞെടുപ്പ് പോളിംഗ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 25-ന് കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നു, 26-ന് പോളിംഗ്. എന്താ കാരണം? ഇതിന്റെ സത്യാവസ്ഥ, ഇത് ആരുണ്ടാക്കി, എന്തിനു വേണ്ടി ഉണ്ടാക്കി എന്നൊക്കെയുള്ള സത്യാവസ്ഥ പുറത്തു വരുന്നതിന് മുമ്പ് വോട്ട് പെട്ടിയിലാകണം. അപ്പോൾ വോട്ട് പെട്ടിയിലായിട്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നാലും പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ ശൈലജയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. ഏപ്രിൽ 25-ന് 2024 ഏപ്രിൽ 25-ന് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്നു, സഖാക്കൾ പ്രചരിപ്പിക്കുന്നു. റിബേഷ് രാമകൃഷ്ണൻ, ഈ പറയുന്ന ജിതിൻ ഭാസ്കരൻ, കെ ലതിക, അതിനെ ഏറ്റുപിടിച്ച കെ ശൈലജ, റഹീം, അശ്ലീലം റഹീം, മുഹമ്മദ് റിയാസ്, അങ്ങനെ തുടങ്ങി ഇവരുടെ എല്ലാ ക്രിമികീടങ്ങളും, മുന്തിയ ക്രിമികീടങ്ങളും ഒക്കെ ഇതിനെ ഏറ്റുപിടിച്ചു. മനസ്സിലായില്ലേ? കെ ലതിക പോസ്റ്റർ വ്യാപകമായി ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നു. LDF സ്ഥാനാർത്ഥിക്കെതിരെ പോസ്റ്റർ പ്രചരിപ്പിച്ചിന് യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കുന്നു. അന്വേഷണം ഇഴഞ്ഞതോടെ കേസ്, യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെതിരെ കേസെടുക്കുന്നു. അന്വേഷണം കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ആൾ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയിട്ട് ഹൈക്കോടതിയിൽ പോകുക. ഹൈക്കോടതി ഇടപെടുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. കെ ശൈലജ 8 നിലയിൽ പൊട്ടി. 2024 ഓഗസ്റ്റ് 12-ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിർണായക കണ്ടെത്തൽ അതാണ്. ഈ പറയുന്ന ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇതിൻ്റെ ആദ്യം കണ്ടെത്തുന്നത് എന്ന റിപ്പോർട്ട്. ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ, അതായത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഈ പറയുന്ന ഗ്രൂപ്പിൽ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്, ആദ്യമായിട്ട് ഇത് വരുന്നത് എന്നുള്ള ആ പോലീസിന്റെ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടാകുന്നു ഹൈക്കോടതിയിൽ. ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം മുഹമ്മദ് കാസിമിനെതിരെ ഒരു കേസ് എടുത്തിട്ട് അത് അവിടെ അങ്ങ് നിർത്തിവെക്കുകയായിരുന്നു. കാരണം പ്രത്യക്ഷത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനെതിരെ ഒരു കേസെടുത്ത്, മുസ്ലിം ലീഗുകാരനാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേസ് അവിടെ നിർത്തിയതായിരുന്നു പിണറായി വിജയൻ. അവിടെ നിന്ന് മുഹമ്മദ് കാസിം ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ഇടപെടുന്നു, റിപ്പോർട്ട് ചോദിക്കുന്നു. പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കുന്നു. ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് എന്ന റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ വരുന്നു. മനസ്സിലായില്ലേ? അവിടെ നിന്ന് ഇത് വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പ്, അതുപോലെ അമ്പാടി മുക്ക് സഖാക്കള്, അതുപോലെ തന്നെ റെഡ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലൊക്കെ 2024 ഏപ്രിൽ 25-ന് ഇത് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്ന പോസ്റ്റ് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് റിബേഷ് ബാലകൃഷ്ണനാണ് എന്ന് പറയുന്നത്. അന്ന് ഈ പറയുന്ന ജിതിൻ ഭാസ്കരനൊന്നുമില്ല. റിബേഷ് ബാലകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. അതും 2024 ഏപ്രിൽ 25-ന്. മനസ്സിലായില്ലേ? ആ 2024 ഏപ്രിൽ 25-ന് റിബേഷ് ബാലകൃഷ്ണൻ പോസ്റ്റ് ചെയ്തു. റിബേഷിന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിച്ച് പോയപ്പോൾ റിബേഷ് അത് പറഞ്ഞില്ല എവിടുന്നാ കിട്ടിയതെന്ന്. കാരണം റിബേഷിന് പിണറായി വിജയന്റെ നിർദ്ദേശമുണ്ടായിരുന്നു, മിണ്ടരുത്, എവിടുന്ന് കിട്ടിയെന്ന് പറയരുത്. അങ്ങനെ റിബേഷിന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു. പരിശോധനയ്ക്ക് അയച്ചതിൽ നിന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിക്കുന്നു. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് കേസ് അവസാനിപ്പിച്ചു. റിബേഷിന്റെ ഫോൺ പരിശോധിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ വാദം. 2026 മെയ് 18-ന് UDF ക്യാബിനറ്റ് അധികാരത്തിലേറുന്നു. കുറ്റ്യാടിയുടെ ജനപ്രതിനിധി പ്രാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിവേദനം നൽകുന്നു. ഇത് വടകരയിലെ കൃത്യമായിട്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇറക്കിയ സ്ക്രീൻഷോട്ടാണ്. ഇതിൽ തുടരന്വേഷണം വേണം, കുറ്റക്കാരെ മുന്നോട്ട് കൊണ്ടുവരണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. കേരളത്തിലെ പോലീസിൽ കണ്ടുപിടിക്കാൻ കഴിവുള്ള ചുണക്കുട്ടികളുണ്ട്. ഈ കേസ് തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, നിവേദനം നൽകുന്നു. അങ്ങനെയാണ് SIT രൂപീകരിക്കുന്നത് 2026 ജൂൺ 3-ന്.
ജൂൺ 3 2026 ജൂൺ 3 SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. 2026 ജൂൺ 3 നിങ്ങളൊന്ന് ആലോചിക്കണം. 2026 ജൂൺ 3 പുതിയ അന്വേഷണ സംഘം വരുന്നു. ആ അന്വേഷണ സംഘം അതായത് കൃത്യമായിട്ട് 2026 ജൂൺ 16 ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. റിബേഷ് രാമകൃഷ്ണനിൽ അന്വേഷണം എത്തിയപ്പോൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിച്ചെടുത്ത് വെറും 2 ആഴ്ച കൊണ്ട് ജൂൺ 3 തുടങ്ങി ജൂൺ 16 ഇതിൻ്റെ ഉറവിടത്തിലേക്ക് എത്തുകയാണ് പോലീസ്. കൃത്യമായിട്ട് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് റിബേഷ് രാമകൃഷ്ണൻ കിട്ടിയെന്ന് റിബേഷ് രാമകൃഷ്ണൻ മിനഞ്ഞാന്ന് മൊഴി നൽകി. അവിടെ എങ്ങനെ വന്നു എന്നുള്ളത് അവിടെ ഇത് പോസ്റ്റ് ചെയ്തത് ജിതിൻ ഭാസ്കരനാണ്. അതായത് ആദ്യമായിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ. അവിടെ നിന്നാണ് റെഡ് എൻകൗണ്ടേഴ്സിലേക്കും അമ്പാടിമുക്ക് സഖാക്കളിലേക്കും റെഡ് വളണ്ടിയേഴ്സിലേക്കും ഒക്കെ ഇത് പ്രചരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ പറയുന്ന റിബേഷ് രാമകൃഷ്ണൻ കിട്ടുന്നത്. ഈ വടകര സ്ക്വാഡ് എന്ന് പറയുന്ന KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ പറയുന്ന ജിതിൻ ഭാസ്കരൻ എന്ന് പറയുന്ന DYFI നേതാവിൻ്റെ പോസ്റ്റ്. അവിടെ നിന്നാണ് DYFI നേതാവ് DYFI നേതാവ് ജിതിൻ ഭാസ്കരനാണിത് വടകര സ്ക്വാഡിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ഇതാണ് കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ നാൾ വഴികൾ എന്ന് പറയുന്നത്. വളരെ 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 പദ്ധതിയിട്ട് പ്ലാനിട്ട് KK ശൈലജ തോക്കുമെന്ന് കണ്ടപ്പോൾ ശൈലജയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് വർഗീയത ഇറക്കിയത് സഖാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2024 ഏപ്രിൽ 5 2:02 അതായത് ഉച്ച കഴിഞ്ഞ് 2:02 ജിതിൻ ഭാസ്കരൻ ഈ കാഫിർ സ്ക്രീൻഷോട്ട് എവിടെ പോസ്റ്റ് ചെയ്യുന്നത്? വടകര സ്ക്വാഡിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ജിതിൻ ഭാസ്കരൻ ഇത് പോസ്റ്റ് ചെയ്തിട്ട് 2020 ഇത് പോസ്റ്റ് ചെയ്തിട്ട് അതിന് മുമ്പ് ഏപ്രിൽ 26 പ്രത്യേകം ശ്രദ്ധിക്കണം. ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 26 പോളിംഗ്. 2025 ഏപ്രിൽ 25 ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കൃത്യമായ ലക്ഷ്യമായിരുന്നു. കാരണം അന്വേഷിക്കും കണ്ടുപിടിക്കും എന്നുള്ളത് ഉറപ്പാ. അപ്പോൾ ആ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം കൊടുക്കരുത്. അതിനു മുൻപ് വർഗീയത ഇളക്കി വിട്ട് വർഗീയ ധ്രുവീകരണം നടത്തി ശൈലജയ്ക്ക് അനുകൂലമായി വോട്ട് പെട്ടിയിലാക്കണം. വോട്ട് പെട്ടിയിലായിട്ട് അന്വേഷിച്ചാലും കുഴപ്പമില്ല, കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ചിന്താവിഷയം എന്ന് പറയുന്നത്. പാലക്കാടിൻ്റെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ അവിടെ നിന്ന് പാർട്ടി അയാളെ പറിച്ചെടുത്ത് വടകരയുടെ മണ്ണിൽ കൊണ്ടുവന്നിറക്കുമ്പോൾ ആ വടകരയുടെ മണ്ണിൽ ഷാഫി കാല് കുത്തിയിട്ട് വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ആദ്യത്തെ പ്രസംഗം, അതോടുകൂടി വടകരയിലെ ചിത്രം എന്താണെന്ന് കൃത്യമായി തെളിഞ്ഞതാ. അതോടുകൂടി വടകര എങ്ങോട്ടാണ് ചായുന്നത് എന്നുള്ളത് സഖാക്കൾക്ക് പോലും മനസ്സിലായതാ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഷാഫി വന്നിറങ്ങുമ്പോൾ കുത്തുപറമ്പ്, തലശ്ശേരി, കുറ്റ്യാടി, വടകര, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി ഈ 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലമായ വടകരയിൽ ആകെ വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് മാത്രമാണ് ഒരു UDF സ്വതന്ത്ര MLA ഉള്ളത്. അതും KK രമ. ഒഞ്ചിയത്തിൻ്റെ മണ്ണിലെ സഖാക്കൾ വെട്ടി വീഴ്ത്തിയ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ വിധവ KK രമ മാത്രമാണ് UDF സ്വതന്ത്ര. അതും UDF സ്വതന്ത്ര MLA എന്ന് പറയാൻ ഒരാള്. ശരിക്കും പറഞ്ഞാൽ UDFന് ഒരു MLA ഇല്ലാത്ത അവസ്ഥ. രമയ്ക്ക് UDFന്റെ പിന്തുണയുണ്ടായിരുന്നു എന്നതിനപ്പുറം മറ്റൊരു MLA ഈ 7-ൽ ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഷാഫി പറമ്പിൽ 1,15,575 വോട്ടുകൾക്ക് KK ശൈലജ എന്ന ഭൂലോക ഫ്രോഡിനെ അടിച്ച് മൂലക്കിരുത്തുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് 2026 തെരഞ്ഞെടുപ്പ്. കൊയിലാണ്ടി തൂക്കി പ്രവീൺ കുമാർ, പേരാമ്പ്രയിലെ അഡ്വക്കേറ്റ് ഫാത്തിമ ദഹ്ലിയ, കുറ്റ്യാടിയിലെ പാറക്കൽ അബ്ദുള്ള, നാദാപുരത്ത് KM അഭിജിത്ത്,
വടകരയിലെ കെ രമ നഷ്ടപ്പെട്ടത് കൂത്തുപറമ്പ് 1000 ചില്ലറ വോട്ടുകൾക്ക്. നഷ്ടപ്പെട്ടത് ഈ പറയുന്ന തലശ്ശേരി തുച്ഛമായ വോട്ടുകൾക്ക്. 1 പറഞ്ഞെടുത്ത് നിന്ന് 7-ൽ 5 ഷാഫി എന്ന് പറയുന്ന മനുഷ്യൻ തൂക്കി. അപ്പോൾ ഷാഫി അവിടെ വന്നതിൽ മുതൽ ശൈലജയുടെ തോൽവി ഉറപ്പിച്ച സഖാക്കള് അവസാന ആയുധമായിരുന്നു ഈ പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തു, ശരിയാ. വടകര സ്ക്വാഡിൽ ആദ്യമായിട്ട് ഈ സ്ക്രീൻഷോട്ട് പുറം ലോകത്തേക്ക് എത്തിച്ചത്, കാഫിർ സ്ക്രീൻഷോട്ട് എത്തിച്ചത് ജിതിൻ ഭാസ്കറിനാണ്. ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കിയത് ഈ പറയുന്ന കെ ശൈലജയുടെ അറിവോടുകൂടിയാ. ഈ കേസിൽ, ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ കേസിൽ ആ ഭൂലോക ഫ്രോഡ്, കേരളത്തെ കട്ടുമുടിച്ച ഫ്രോഡ്, ആ വർഗീയ വിഷജന്തു ശൈലജയാണ് ഒന്നാം പ്രതി ശൈലജയാ. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ മുഹമ്മദ് റിയാസും അശ്ലീലം റഹീമും വരും. 2ഉം 3ഉം സ്ഥാനത്ത് മുഹമ്മദ് റിയാസും അശ്ലീലം റഹീമും വരും. കൃത്യമായിട്ട് ഇപ്പോ വാ തുറക്കുന്നില്ല സഖാക്കള്. ഞാൻ 1000 തവണ പറഞ്ഞതാ, ഈ പറയുന്ന പ്രദേശങ്ങളിൽ അത്രയും CPM-ന്റെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള, 2024 മാത്രമല്ല, പതിറ്റാണ്ടുകളായിട്ട് ഈ പ്രദേശങ്ങളിൽ അത്രയും CPM-ന്റെ അവസാന ആയുധം എന്ന് പറയുന്നത് വർഗീയതയാണ്. ജനങ്ങളെ വർഗീയമായി ചേരിതിരിച്ച്, ജനങ്ങളെ തമ്മിലടിപ്പിച്ച്, കൊള്ളയടിച്ച്, കൊള്ളിവെച്ച് നക്കുന്ന നാണമില്ലാത്ത നെറികെട്ട വർഗങ്ങളാണ് CPM എന്ന് പറയുന്നത്. അത് വടകരയെ അറിയുന്നവർക്ക്, കുറ്റ്യാടിയെ അറിയുന്നവർക്ക്, നാദാപുരത്തെ അറിയുന്നവർക്ക് ഈ കാര്യങ്ങളിൽ കൃത്യമായ അറിവുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിൽ ഒന്നാം പ്രതി കെ ശൈലജ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡ ശൈലജ. നാണമില്ലേ?